ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് ഗുരു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മുൻകാല പ്രഭാഷണങ്ങളിൽ കൂടി ഒത്തിരി കഥകൾ ഗുരു പറഞ്ഞു തരികയുണ്ടായി. ഇതിലെല്ലാം ഓരോ സാരാംശങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം മക്കൾ മനസ്സിലാക്കി പോകുന്നുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ പറയുമ്പോൾ ഗുരു പറഞ്ഞല്ലോ, ഏതൊരു ഊർജത്തിനും സഞ്ചരിക്കുന്നതിനോ അത് പ്രവർത്തിക്കുന്നതിനോ അതിനൊരു ചാലകം അല്ലെങ്കിൽ ഒരു വസ്തു ആവശ്യമാണ്. അതുപോലെ ഭഗവാന്റെ ഊർജവും പ്രവർത്തിക്കുന്നതിന് നമുക്കൊരു കാര്യം ആവശ്യമായുണ്ട്. എന്താണ്? ഒരു സ്ഥലത്ത് മിണ്ടാതിരുന്നാൽ ഒരു ഊർജവും നമ്മിൽ പ്രവർത്തിക്കില്ല. നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാലോ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിച്ചു കൊണ്ടിരുന്നാലോ ഒന്നും പൂർണ്ണമായി ഭഗവാന്റെ ഊർജം നമ്മിൽ പ്രവർത്തിക്കില്ല. അതിനായിട്ട് നമ്മളൊരു പ്രവൃത്തി ഏറ്റെടുക്കണം. അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. നിന്റെ കർമ്മം നീ ചെയ്യുക, അതിന്റെ ഫലം ഭഗവാൻ തരുമെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ അതിനൊരു ഫലമുണ്ടാവൂ. ആ പ്രവൃത്തിയിലൂടെയാണ് ഉണ്ടാകുന്നത്. നന്നായി ജോലി ചെയ്യുന്നവർ ഉണ്ട്, ജോലി ചെയ്യാത്തവരുണ്ട്, ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഇവിടെ ഒത്തിരി അമ്മമാർ ഇവിടെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും ഒരമ്മ പറഞ്ഞു, ആഗ്രഹിച്ച പോലത്തെ ജോലി മകന് ലഭിക്കുകയുണ്ടായി എന്ന്. അങ്ങനെ അവർ ജോലി ലഭിക്കണമെന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ അതിനെ ഒരു ചാലകമാക്കിക്കൊണ്ട് അതിലേക്ക് ഭഗവാന്റെ ഊർജത്തെ കൊണ്ടുവരുന്ന രീതിയിൽ അവർ ജപിച്ചപ്പോൾ അവർക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച് ജോലി കിട്ടിയ അവരോ കുട്ടികളോ ആ മാതാപിതാക്കളോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കമന്റിൽ മറ്റുള്ളവർക്ക് കൂടി ഭഗവത് നാമം ജപിക്കുന്നതിനൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി അതിൽ എഴുതുക. നിങ്ങൾക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഗുരുവിനെ അറിയിച്ചല്ലോ, അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക. അതുപോലെ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വയം ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവരുണ്ട്. ഭഗവാൻ നൽകുന്ന ജോലി അതിൻ്റെ ഒരു വരുമാനത്തിന്റെ സ്രോതസ് മനസ്സിലാക്കാതെ ഗണ്യമായി ചെലവഴിച്ചതിന്റെ ഫലമായി ജോലി നഷ്ടപ്പെട്ടവരുമുണ്ട്. പിന്നീട് പ്രാർത്ഥിച്ച് അവർക്ക് മറ്റു ജോലികളൊക്കെ ലഭിച്ചിട്ടുമുണ്ട്. ഇത് ഗുരു പറയുവാൻ കാരണം എന്താണോ ആവശ്യത്തെ വച്ച് പ്രാർത്ഥിക്കണം. വെറുതെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഒരു തൊഴിൽ വേണം എന്ന് സങ്കല്പിക്കുമ്പോൾ ആ ജോലി, അതിൻ്റെ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതാണ് അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിനുവേണ്ടി അന്വേഷിക്കുന്നതാണ് തൊഴിലിനു വേണ്ടി, ജോലിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ നാട്ടില് ഉപജീവന മാർഗത്തിനായി ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അനേകം സാധുക്കളായ ആൾക്കാരുണ്ട്. അതിൽ കുറച്ചു പേർ ഗുരുവിനെ സന്ദേശം അയക്കാറുണ്ട്. ഗുരു പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തിയാണ് അതിലെ വിൽപ്പന എന്ന് പറയുന്നത്. നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കൂ, ഭഗവാനെ വിൽപ്പന നടക്കണം, അതുപോലെ നല്ല സമ്മാനങ്ങൾ കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രവൃത്തി ഭംഗിയായി ചെയ്യൂ, ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യൂ. നിങ്ങളോട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഭഗവാന്റെ ഊർജം കടന്നു വരാനുള്ള വഴി എവിടെയുണ്ട്? അപ്പൊ ഇനി വേണ്ടത് നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി പേർ അവർക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ട് സന്ദേശങ്ങൾ അയക്കുന്നുമുണ്ട്.
രോഗങ്ങൾ അനുഭവിക്കും. അത് ഗുരു പറഞ്ഞു. രോഗത്തിന് ഗുരു പ്രാർത്ഥിച്ചതുകൊണ്ടോ പലരും ഇവിടെ ഒരു ജലദോഷം വന്നാലോ കാലുവേദന വന്നാലോ കൈവേദന വന്നാലോ ഒക്കെ വിളിച്ചിട്ട് ഗുരുവിനോട് പറയുകയാണ്. എന്തെങ്കിലും റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ പറയുകയാണ്. അങ്ങനെയല്ല, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കില്ല. ഗുരു ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്. അവിടെ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് നല്ലൊരു വൈദ്യനെ കാണുക, അല്ലെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. ആ ഡോക്ടറെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൽ കൂടിയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വൈദ്യനാഥൻ എന്ന് പറയുന്നത്. വൈദ്യൻ എന്നല്ല ഭഗവാനെ പറയുന്നത്, ശ്രദ്ധിക്കുക. വൈദ്യൻ എന്നല്ല, വൈദ്യനാഥൻ. അതിനെ നമ്മൾ ഇംഗ്ലീഷിലിട്ട് തർജ്ജമ ചെയ്താൽ എന്താ? ഡോക്ടർമാരുടെ ഹെഡ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ആരെ എവിടെയാണോ ചികിത്സിക്കാൻ പോകുന്നത് അതിൻ്റെയൊക്കെ ഹെഡാണ്, നാഥനാണ് ഭഗവാൻ. അപ്പോൾ നാഥൻ അവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കണമെങ്കിൽ ഹെഡിൽ ഒരു ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു സ്ഥാപനത്തിലോ ഒക്കെ ആണെങ്കിൽ അത് ഉന്നതത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ എത്ര പേർക്ക് കാണുവാൻ കഴിയും? നിങ്ങൾ ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിക്കുന്നല്ലോ. എന്താ ഇപ്പോൾ റിലയൻസിൻ്റെത്, ജിയോ. നിങ്ങളെ ഫോണിന്റെ ഉപയോഗം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉടമസ്ഥനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? മുകേഷ് അംബാനി എല്ലാവർക്കും നേരിട്ട് കാണാൻ കഴിയുമോ? എത്രയോ പേർ വിമാനയാത്ര നടത്തുന്നു. അതിന്റെ ഹെഡിൽ ഇരിക്കുന്ന ഒരാളിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ആ യാത്ര ആസ്വദിക്കുന്നു, നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുന്നു. അതുപോലെ എല്ലാത്തിന്റെയും വൈദ്യൻ, ഈ ലോകത്തിന്റെ എല്ലാ ഭിക്ഷുകന്മാരുടെ അല്ലെങ്കിൽ ഈ ചികിത്സ ചെയ്യുന്നവരുടെയൊക്കെയും ഹെഡാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നിർദ്ദേശങ്ങൾ കൊടുക്കും അവരുടെ പ്രവൃത്തികളിൽ. അങ്ങനെ നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും. അതിനായിട്ട് എന്താ വേണ്ടത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് എന്റെ രോഗം മാറ്റണം. അയ്യോ ഗുരുവേ, എനിക്ക് ജലദോഷം, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഇന്നതുപോലെയാണ്. അങ്ങനെയല്ല, നിങ്ങൾ അതിന്റെ തുടർ കാര്യങ്ങൾ ആ ഒരു ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് പ്രാർത്ഥനകൾ നൽകുമ്പോൾ ആ ഡോക്ടറുടെ മനസ്സും ബുദ്ധിയും നിങ്ങൾക്ക് വേണ്ട സന്ദേശങ്ങളും ഒക്കെയും മുകളിൽ നിന്ന് ഡോക്ടർ അറിയാതെ തന്നെ ഭഗവാൻ നൽകും. പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഡോക്ടറായിരിക്കും, പക്ഷെ ഭഗവാന്റെ ഊർജമായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നാം. അത്തരത്തിലുള്ള അനുഭവമുള്ള ആൾക്കാർ ഒത്തിരിയുണ്ട്. കഴിഞ്ഞ കാല പ്രഭാഷണങ്ങളിലെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കി ഗുരു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് തൊഴിൽ ചെയ്യുന്നവരും ആ തൊഴിൽ ഒരു പ്രവർത്തനം, ഭഗവാന്റെ ഊർജം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാലകമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ജപിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. എനിക്കൊരു ജോലി വേണേ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ അതിനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവിടെ ആ ഒരു പ്രവൃത്തി നടക്കുന്നത്. മറ്റു പലർക്കും ഈ ലോകത്ത് ജീവിക്കുന്നതിനൊരു ഭയമുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം ഗുരു വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നു, ആൾക്കാരെ മനസ്സു മാറ്റി മറ്റേതെങ്കിലും വഴിയിൽ കൂടി സഞ്ചരിപ്പിക്കുന്നു എന്നൊക്കെ ചിലർക്ക് തോന്നാം. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് ആദ്യം അങ്ങനെ പ്രവർത്തിച്ചത് ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്. ഇത് ഗുരു മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരിക്കൽ ഈ അടുത്ത കാലത്ത് ഏറെക്കുറെ ഈ ലോകത്ത് ജീവിക്കുന്നതിനെ കുറിച്ചും ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും അങ്ങനെ ജീവിതത്തിൽ എങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാമെന്നതിനെ കുറിച്ചൊക്കെ ആ ഗുരു തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അന്നത്തെ പഠനം കഴിഞ്ഞു. എല്ലാ ശിഷ്യന്മാരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി. അപ്പോൾ ഒരു ശിഷ്യൻ മാത്രം അവിടെ ഇരുന്നു. ഗുരു ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും സംശയമുണ്ടോ ഗുരുവിനോട് ചോദിക്കുവാനായിട്ട്? അവൻ പറഞ്ഞു, ഗുരുവേ, എനിക്ക് തനിച്ച് അങ്ങയോട് ചോദിക്കുവാനുണ്ട്. ഏറെക്കാലമായി എൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു സംശയമാണ്. അങ്ങ് പറഞ്ഞല്ലോ, അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുക, അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരു ധർമ്മമുണ്ടാകും, അതിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും, നിങ്ങൾക്ക് വിജയമുണ്ടാകും, ഭൂമിയിലെ സർവ സൗഭാഗ്യങ്ങളും ലഭിക്കും. ഇപ്പോൾ നമ്മുടെ കർമ്മം അനുസരിച്ച് അതിൽ ധർമ്മമുണ്ടാവുകയും അതിൽ വിജയമുണ്ടാവുകയും ചെയ്യുന്നു എന്നങ്ങ് പറയാം. ഗുരുവേ, എനിക്ക് സംശയം എന്ന് പറയുന്നത്, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇത്രയധികം യുദ്ധത്തിൽ
ഇത്രയധികം കൊലകളുണ്ടായി, ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെയും കൊന്നു. അത് കർമ്മമാണ്, നിന്റെ ധർമ്മമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയുമുണ്ടായി. എന്നാലും അതിലൊരു തെറ്റില്ലേ? അതെത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവിടെ ഒരു ധർമ്മമായിട്ട് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ യഥാർത്ഥത്തിൽ എന്ത് കർമ്മമാണ് നടന്നത് എന്നും മനസ്സിലാകുന്നില്ല ഗുരുവേ. രണ്ടാമതൊരു കാര്യം, ഒരു മനുഷ്യൻ തൻ്റെ കുടുംബം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കുവാനായി രാവിലെ പുറപ്പെടുന്നു. അയാൾക്കൊരു കാട് കടന്നു വേണം തൻ്റെ തൊഴിൽ സ്ഥലത്തെത്തുവാൻ. എന്നാൽ ഒരു ദിവസം അയാൾ പോകുന്ന വഴിയിൽ അയാളുടെ കർമ്മം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അയാളുടെ കർമ്മത്തിനായിട്ടാണ് പോകുന്നത്. അയാൾ തൊഴിൽ ചെയ്യുവാനായി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു വന്യമൃഗം ചാടി വീഴുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിലാരുടെ ഭാഗത്താണ് ഗുരുവേ കർമ്മമുള്ളത്, അതിൽ ധർമ്മമുള്ളത്? ആ മനുഷ്യൻ തൻ്റെ കുടുംബത്തെ, മക്കളെ, ഭാര്യയെ സംരക്ഷിക്കുന്നതിനായിട്ട് അതിരാവിലെ എണീറ്റ് തൻ്റെ തൊഴിൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ യാതൊരു ബോധവുമില്ലാതെ ഒരു വന്യജീവി വന്ന അയാളെ കൊല്ലുകയാണ് ഉണ്ടായത്. ഇതിലെവിടെയാണ് ഗുരുവേ കർമ്മവും ധർമ്മവും ഉള്ളത്? മക്കളെ, ഈ കഥകൾ, ഈ ഒരു സംശയങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിച്ച് കേട്ടാലേ മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഗുരു ശിഷ്യനെ അടുത്തേക്ക് വിളിച്ചു. നിന്റെ സംശയം നല്ലതാണ്. ഇത് നീ മറ്റുള്ള കുട്ടികൾ കൂടി ഇരിക്കുമ്പോൾ ചോദിക്കാത്തത് എന്തേ? അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നാളെ, അല്ലെങ്കിൽ അവർ എന്നെ മറ്റൊരു രീതിയിൽ കളിയാക്കും. അതുകൊണ്ട് എനിക്ക് ഗുരുവിനോട് തനിയെ ചോദിക്കാമല്ലോ എന്ന് കരുതി. അത് തന്നെയാണ് നിന്റെ കർമ്മ പരാജയമെന്ന് ഗുരു പറഞ്ഞു. നിനക്ക് ചോദിക്കുവാനുള്ള കാര്യം നിന്റെ ചുറ്റും ആരാണ്, എന്താണ് എന്ന് നോക്കാതെ നീ ആ സംശയത്തെ ലഘൂകരിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ എല്ലാവരും ഒഴിഞ്ഞതിന് ശേഷം, എല്ലാവരും പോയതിനു ശേഷം നിനക്ക് നേരെ നടക്കണമെന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് നിനക്ക് നേരെ നടക്കാൻ കഴിയില്ല. നിന്റെ ചുറ്റിലും എപ്പോഴും ആൾക്കാരുണ്ട്. അത് നീ കാണുന്നില്ല. കാണാത്തവരുണ്ട്, കാണുന്നവരുണ്ട്, എപ്പോഴും. സ്വസ്ഥമായിരുന്ന് നിനക്ക് നിന്റെ കാര്യങ്ങളിലേക്കുള്ള വഴി തെളിക്കുവാൻ കഴിയില്ല. നീ വലിയ ആൾക്കൂട്ടത്തിൽ കൂടെ തന്നെ വേണം സഞ്ചരിച്ചു പോകുവാൻ. ഇതാണ് നിന്റെ പരാജയം. ഈ പരാജയം നീ മാറ്റിയെടുത്ത് നിനക്ക് നിന്റെ വഴി തെളിക്കുവാനുള്ള ജാളിതയില്ലാത്ത, അപകർഷതാബോധമില്ലാത്ത ഒരു മനസ്സ് നീ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ നിനക്ക് ശരിയായ രീതിയിൽ കർമ്മം ചെയ്യുവാൻ കഴിയൂ. തനിക്ക് പറ്റിയ തെറ്റ് ആ ശിഷ്യന് മനസ്സിലായി. ഇവിടെ ഇതുപോലുള്ള മനുഷ്യരുണ്ട്. എല്ലാവരും ഒഴിയട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുവാൻ ഒരു ജാള്യത, ഒരു ഓഫീസിൽ കയറി ചെന്നാൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്റെ അടുത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ടാൽ എന്തോ അങ്ങനെ, അയാളോട് മാത്രം സംസാരിക്കണം എന്നുള്ളൊരു ത്വര. ഇതൊക്കെയാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ചുറ്റിനും എപ്പോഴും ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് പറയേണ്ട കാര്യം പറയുക, ആരോടാണെങ്കിലും പറയുക. പറഞ്ഞ് അത് ഉറപ്പുവരുത്തി സംശയ നിവാരണം ചെയ്ത് ക്ലിയറാക്കി പോവുക. ഇതാണ് ചെയ്യുവാനുള്ളത്. ഗുരു തുടർന്ന് പറഞ്ഞു, മകനെ, കുരുക്ഷേത്രത്തിൽ നടന്നത് ധർമ്മയുദ്ധം തന്നെയാണ്. അതിൽ നീ പറയുന്നത് പോലെ കർമ്മം ചെയ്യുക എന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചിരിക്കുന്നത്. നോക്കൂ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ബന്ധുക്കളും തമ്മിലാണ് യുദ്ധം നടന്നത്. അല്ലാതെ ഇരു രാജ്യങ്ങളിലെയും രാജാക്കന്മാർ തമ്മിലല്ല. രണ്ടു ചേരികളിലും രാജാക്കന്മാർ അനവധി ഉണ്ടായിരുന്നുവെങ്കിലും പ്രധാനമായും രണ്ട് കുടുംബങ്ങൾ, ഒരു കുടുംബത്തിലെ രണ്ട് പേർ തമ്മിലാണ്, അതായത് സഹോദരങ്ങളും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇവിടെ ഭഗവാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിനക്ക് ഇപ്പോൾ ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ്. അത് ചെയ്താൽ മാത്രമേ നിനക്കും നിന്റെ അമ്മയ്ക്ക് ജനിച്ച നിന്റെ സഹോദരങ്ങൾക്കും സുഖമായൊരു ജീവിതം ഈ ലോകത്ത് ഉണ്ടാവുകയുള്ളൂ. അതല്ല, നിനക്ക് നിന്റെ അമ്മയ്ക്ക് ജനിച്ച സഹോദരങ്ങൾക്കും നിന്റെ മാതാവിനും ദുരിതത്തിൽ തന്നെ കഴിയണമെങ്കിൽ മറ്റൊരു മാതാവിന് ജനിച്ച ഈ
101 പേരെ അല്ലെങ്കിൽ കൗരവപ്പടയെയും മറ്റുള്ളവരെയും നീ വെറുതെ വിട്ടുകൊണ്ട് വീണ്ടും വനവാസത്തിലേക്ക് പോവുക. ഇതുപോലുള്ള കുടുംബങ്ങളും ജീവിതങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകും. എപ്പോഴും സ്വാർത്ഥമായി ചിന്തിക്കുവാൻ പലപ്പോഴും കൃഷ്ണൻ പറയുന്നതായിട്ട് നമുക്ക് തോന്നും, ഇല്ലേ? അങ്ങനെയല്ല. ചില വഴികളുണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ. ഞാനിത് ചെയ്താൽ, ഞാൻ അങ്ങനെ പോയാൽ, ഇങ്ങനെ പോയാൽ, അങ്ങനെയല്ല. നിനക്ക് നിങ്ങളുടെ വഴി സുഗമമാക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർണ്ണം ഉണ്ടാകുന്നതിനും വർണ്ണ കാഴ്ചകൾ ഉണ്ടാകുന്നതിനും സന്തോഷമായ ഒരു ജീവിതം ലഭിക്കുന്നതിനും നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ പലരും അവരവരെ പ്രൊട്ടക്ട് ചെയ്യാതെ ചുറ്റുപാടുകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി എന്ത് ചെയ്തു? ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപ്പട രക്ഷപ്പെടുകയും അവർ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുകയും പ്രൊട്ടക്ട് ചെയ്ത അവർ എന്ത് ചെയ്തു? നരകത്തിലേക്ക് വീഴുകയും ചെയ്ത പല ജീവിതങ്ങളെയും ഗുരുവിനറിയാം. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് ഗുരു പറയുന്നില്ല, പക്ഷെ സ്വന്തം നിലനിൽപ്പ് കൂടി നോക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അതാണ് കുരുക്ഷേത്രത്തിൽ ഭഗവാൻ പറയുന്നത്. പക്ഷെ കർമ്മം ചെയ്യുന്ന സമയത്ത്, ജോലി അവന്റെ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീക്കും ഉപദ്രവമായി മാറരുതെന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിലൂടെ തന്നെ വലിയൊരു ഉപദ്രവമാണ്, അധർമ്മമാണ്, അകർമ്മമാണ് കൗരവർ ചെയ്തതെന്നാൽ അത്യന്തം സ്ത്രീകളെ ബഹുമാനിക്കുകയും അതിലുപരി നമ്മൾ നമ്മുടെ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ത്രീജനങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും സ്ത്രീകൾക്ക് ഉപദ്രവമാകാതെയും അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ആ ഒരു വഴി ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഒരു സ്ത്രീക്ക് ഒരു ഉപദ്രവമാകുന്ന ഒരു വഴി നമ്മൾ ഉപേക്ഷിക്കണം. അവളെ ബഹുമാനിച്ചും സഹായിച്ചും വേണം നമ്മുടെ കർമ്മപഥത്തിലേക്ക് എത്തുവാൻ. ഇക്കാലത്ത് ആരും അതൊന്നും ചെയ്യില്ല. ഗുരു അത് ഈ കഥയിൽ കൂടി പറയുന്ന കാര്യം പറഞ്ഞു പോകുന്നു. അത് കേട്ടനുസരിക്കുന്നവർ അനുസരിക്കട്ടെ. അതുകൊണ്ട് തന്നെ അവിടെ അർജുനൻ ചെയ്തത് തീർച്ചയായും അർജുനന്റെ കർമ്മമാണ്. എല്ലാവരും പരസ്പരം ചെയ്തത് അവരുടെ കർമ്മമാണ്. ദുര്യോധനൻ ചെയ്തത് ദുര്യോധനന്റെ കർമ്മമാണ്. ഭഗവാൻ കൃഷ്ണൻ ചെയ്തത് കൃഷ്ണന്റെ കർമ്മമാണ്. ഇതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടന്നത്. മറ്റൊരു കാര്യം കൂടി ഗുരു പറഞ്ഞു തരാം. ഇത് ഈ ഒരു കാര്യത്തിന്റെ സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ശിഷ്യനോട് പറഞ്ഞു, അച്ഛൻ മകന് ക്ഷൗരം ചെയ്യുവാൻ പാടില്ല, അല്ലെങ്കിൽ മുടി വെട്ടി കൊടുക്കുക, ഇങ്ങനെ ഷേവ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയൊരു പ്രമാണമുണ്ടല്ലോ. മകൻ അച്ഛന് ചെയ്തു കൊടുക്കാം, പക്ഷെ അച്ഛൻ മകന് ക്ഷൗരം ചെയ്യുവാൻ പാടുള്ളതല്ല. അത് വിധിന്യായ പ്രകാരവും അതിൽ പാപമുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അച്ഛന്റെ തൊഴിൽ ക്ഷൗരമാണെങ്കിൽ മകന് ക്ഷൗരം ചെയ്തു കൊടുക്കാം. അതായത് ഇവിടെ പറയുന്നു, കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഒരു അച്ഛൻ മകന് ക്ഷൗരം ചെയ്തു കൊടുക്കാൻ പാടില്ല, മുടി വെട്ടി കൊടുക്കുവാനോ ഷേവ് ചെയ്തു കൊടുക്കുവാനോ പാടില്ല. അത് നിന്ദയാണ്. അതല്ലെങ്കിൽ അച്ഛനെ റെസ്പെക്ട് ചെയ്യാത്തതിന്റെ, അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ അങ്ങനെ വരും, വേദങ്ങളിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് പാടില്ല, തിരിച്ചാവാം. എന്നാൽ അച്ഛന്റെ തൊഴിൽ ക്ഷൗരമാണെങ്കിൽ അച്ഛന്റെ തൊഴിൽ ഈ ഒരു മുടി വെട്ടുക എന്നുള്ള, അല്ലെങ്കിൽ അച്ഛന്റെ തൊഴിൽ അതാണെങ്കിൽ മകന് അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ എന്തായി? ആർക്കെങ്കിലും മനസ്സിലായോ? അതുകൊണ്ട് ചില കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യാമോ ഗുരുവേ, ഇങ്ങനെ ചെയ്യാമോ ഗുരുവേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ അർജുനൻ നേരെ പോയി ഹസ്തിനപുരിയിൽ പോയി എല്ലാവരെയും കൊന്നുകളഞ്ഞുവെങ്കിൽ അത് തെറ്റാണ്. സഹോദരനെ കൊല്ലാൻ പാടില്ല, വലിയ പാവമാണ്, ഇല്ലേ? സഹോദരങ്ങളെ കൊല്ലുന്നതും ദോഷിക്കുന്നതും കൊല്ലണമെന്ന് ചിന്തിക്കുന്നതും വലിയ പാപമാണ്. എന്നാൽ സഹോദരൻ യുദ്ധോന്മുഖനായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് അവനെ കൊല്ലാം, നിനക്ക് നിന്റെ കർമ്മം ചെയ്യാം. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇത് നമ്മൾ മനസ്സുകളിലുള്ള ഒരു യുദ്ധമായിട്ട് കണക്കാക്കുമ്പോൾ നിന്റെ ശത്രുവായിട്ട്, നിന്റെ ശത്രുഭാവത്തിൽ നിന്നിൽ നിന്ന് തന്നെ എന്തൊക്കെ ഉടലെടുക്കുന്നുവോ അത് നീ ഒരു പക്ഷേ നിന്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നതാണെങ്കിലും, നിന്റെ ബുദ്ധിയാണെങ്കിലും, നിന്റെ വിവേകമാണെങ്കിലും, അല്ലെങ്കിൽ നിന്റെ സുബുദ്ധിയാണെങ്കിലും, കുബുദ്ധിയാണെങ്കിലും, കുശാഗ്രതയാണെങ്കിലും, എന്താണെങ്കിലും അത് നീ തിരിച്ചറിയുമ്പോൾ അത് യുദ്ധമുഖത്താണെന്ന് മനസ്സിലാക്കുക. അതായത് നിന്നെ നേരെ നടത്തിച്ച നിന്റെ ചിന്തകള്, നിന്റെ ഇതുവരെയുള്ള ജീവിത ലക്ഷ്യങ്ങള്, ബോധങ്ങള്, ബോധ്യങ്ങൾ, ഇതെല്ലാം
ഇന്ന് നിനക്ക് അഭിമുഖമായിട്ട് നിന്നെ നോക്കി കൊഞ്ഞണം കുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്ന് സഹോദരന്മാരെ പോലെ വന്നിട്ട് നിന്റെ സഹോദരന്മാരല്ല, ഇന്ന് നിന്നെ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന രീതിയിലുള്ള ശരിയല്ലാത്ത അറിവ് നിന്നിലുണ്ടായതിന്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെയും എന്ന് കണ്ടുകൊണ്ട് നീ അതിനെയൊക്കെ ഹനിക്കുക, ഇല്ലാതാക്കുക. എന്നിട്ട് ഫ്രീ ആയിട്ട് ഭഗവാനിലേക്ക് എത്തുക, ഭഗവാന്റെ ചിന്തകളെ അവിടെ നിറയ്ക്കുക, സഞ്ചരിക്കുക, അവിടെ ജീവിത വിജയമുണ്ടാകുക. അടുത്ത ശിഷ്യൻ ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ തൊഴിലിനായി പോകുമ്പോൾ അയാളെ കാട്ടിൽ വെച്ച് വന്യമൃഗം ആക്രമിക്കുന്നു എന്ന് പറയുന്നു. നോക്കൂ, അയാൾ തൊഴിലിനായി പോകുന്നു എന്നുള്ളത് അയാളുടെ കർമ്മമാണ്, അയാൾ ചെയ്യുന്നു. രാവിലെ എണീറ്റു, അയാൾ തൊഴിലിനായി പോകുന്നു, അയാൾ തൊഴിൽ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, ഈ സ്ഥലമാണ്, ഇതൊക്കെ അയാൾക്കറിയാം. ആ പോകുന്ന മനുഷ്യനതറിയാം. താൻ ഏത് സമയവും ആക്രമിക്കപ്പെടുമെന്നും അറിയാം. എന്നാൽ തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തനിക്ക് ഈ തൊഴിൽ ചെയ്തേ മതിയാകൂ എന്നും അറിയാം. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു വന്യജീവി ചാടി വീണ് അയാളെ കൊന്നുകളയുന്നത്, അതിനെ ഭക്ഷണമാക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ വന്യജീവിയോട് ഇവിടെ കർമ്മം എന്താണ്? തനിക്ക് മുന്നിൽ വരുന്ന എന്തും ഭക്ഷണമാക്കാം. ഇത് അതിൻ്റെ കർമ്മമാണ്, അതിൻ്റെ ജോലിയാണ്, അതിൻ്റെ തൊഴിലാണ്. അതെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഒരു വന്യജീവി കാട്ടിൽ നിൽക്കുന്ന മറ്റേതെങ്കിലും ജീവികൾ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും വേട്ടയാടി പിടിക്കുക, പോയി വിശ്രമിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ എന്ത് ജോലിയാണ് ഉള്ളത്? ഒരു ജോലിയുമില്ല. അവർക്ക് എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ? അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനുണ്ടോ? അവർക്കുള്ള കർമ്മം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ജീവിയെ എന്തായാലും അവരുടെ മുന്നിൽ വരുന്നതിന് വിശപ്പുള്ളപ്പോൾ ഭക്ഷണമാക്കുക, വേട്ടയാടുക എന്നുള്ളതാണ് അവരുടെ കർമ്മം എന്ന് പറയുന്നത്. അതിനകത്ത് അവർക്ക് പാപമില്ല. ആർക്കാ പാപമുള്ളത്? ഭഗവാനാണ്, ആർക്കുമില്ല. അപ്പോൾ മനുഷ്യന് തിരിച്ചറിവുണ്ട്. അപ്പോൾ അയാൾ അന്ന് തൊഴിലിന് പോയില്ലെങ്കിൽ അയാളുടെ കുടുംബം പട്ടിണിയായി പോകും. എന്നാൽ അയാൾക്ക് തൊഴിലിന് പോയേ പറ്റൂ. ഇപ്പോൾ അയാളുടെ കുടുംബം അനാഥമായിരിക്കുന്നു. ഇതൊക്കെയാണ് ശിഷ്യന്റെ വേദന എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മാനുഷികമായ ചിന്തകളിൽ നീ മുന്നോട്ട് പോയാൽ നിനക്ക് ആത്മീയമായ ചിന്തയുടെ ഫലമുണ്ടാകില്ല എന്നും ഗുരു പറയുകയുണ്ടായി. ഇതൊക്കെ മാനുഷികമായ ശാരീരികമായ ചിന്തകളാണ്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ അതെങ്ങനെ സംഭവിക്കും? ഗുരു ഒന്ന് മനസ്സിലാക്കുക. ആ മനുഷ്യൻ അവിടെ വീണില്ലാതായി. അയാളെ കാത്തിരിക്കുന്ന അയാളുടെ കുടുംബം, മക്കൾ, അവർ എങ്ങനെ ജീവിക്കും? അവർ എന്ത് കാര്യത്തിൽ മുന്നോട്ട് പോകും? അവർ എത്ര കാലമായി അയാളെ പ്രതീക്ഷിക്കും? അയാളില്ല എന്നറിയുമ്പോൾ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും മാനസിക വിഷമവും ഉണ്ടാകും. ആ കുടുംബത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വലിയ വേദനയുണ്ടാകില്ലേ ഗുരുവേ എന്ന് പറയും. ഗുരു പറഞ്ഞു, മകനെ, ഈ ലോകത്ത് അനേകം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അനേകം മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട്, ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. ആ മനുഷ്യന്റെ വിധിയാണ് അവിടെ സംഭവിച്ചത്. ആ മനുഷ്യൻ ആ വിധിയിൽ കൂടി മോക്ഷം പ്രാപിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ പറയുന്നത് പോലെ ഇവിടെ ആരും ആരെയും കൊല്ലുന്നില്ല, ആരും ആരെയും ഉപദ്രവിക്കുന്നുമില്ല, ആരും ആരെയും വധിക്കുന്നുമില്ല. പിന്നെയോ എല്ലാവരും നേരത്തെ മരിച്ചു കഴിഞ്ഞവരാണ്. ഇവർ പിന്നെയും ജനിക്കുന്നവരാണ്. ഇവിടെ മോക്ഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ ചിന്തിക്കുക. ആരും അറിഞ്ഞുകൊണ്ടൊരു ജീവിയെ കൊല്ലുന്നില്ല. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അറിയാതെ ഒരു ഉറുമ്പിനെ നമ്മൾ ചവിട്ടി അതിന് അപകടം സംഭവിച്ചാൽ അതിന് മോക്ഷമാണെന്ന് കരുതി സമാധാനിക്കുക എന്നാണ് ഗുരു പറയുന്നത്. അതിന് മോക്ഷം ലഭിച്ചിരിക്കുന്നു എന്ന് കരുതി സമാധാനിക്കുക എന്നാണ് ആ ഗുരു ശിഷ്യനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അയാളുടെ ഒരു തൊഴിലിനായി പോകുന്ന സമയത്ത് ആ വന്യമൃഗം അയാളെ ആക്രമിച്ചത് വന്യമൃഗത്തിന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയുടെ ഫലമായാണ്. അതിന് മറ്റു ചിന്തിക്കാൻ അറിയില്ല. അതിനിതേ അറിയാവൂ. അത് ചെയ്തു. എന്നാൽ ആ സമയത്ത് മൃഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ താൻ ആക്രമിക്കപ്പെടുമെന്ന് തിരിച്ചറിവ് അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ജീവിത സാഹചര്യം അയാളെ ആ വഴിക്ക് നടത്തിച്ചു. അങ്ങനെ അയാൾ അപകടത്തിനിരയായി. അത് ഒരു മോക്ഷമായി കണക്കാക്കുക. നിനക്ക് നിന്റേതായ ജീവിത വിജയത്തിലേക്ക് മുന്നേറുക. ഗുരു പറയുകയാണ്, ഇതുപോലെയാണ് പല ജീവിതങ്ങളും. സുഗമമായ വഴികളുണ്ട്. ആ വഴി പോകാനായിട്ട് കുട്ടിക്കാലം മുതലേ ശ്രമിക്കില്ല. ഇപ്പോഴുള്ള ആഹ്ലാദങ്ങളും ഇപ്പോഴുള്ള കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഇങ്ങനെ ആഘോഷത്തിമിർപ്പിൽ നടക്കുമ്പോൾ, ഒരുപക്ഷെ വളർന്ന് വലുതായി കഴിയുമ്പോൾ, മാതാപിതാക്കളൊക്കെ വയസ്സായി കഴിയുമ്പോൾ, മറ്റാരും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മുന്നോട്ട് ഉയർത്തുവാനായിട്ടോ ഒരാളും ഇല്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ
കുടുംബം പോറ്റാൻ നടന്ന മനുഷ്യൻ നടക്കുന്നത് പോലെ ജീവിതമെന്ന ഇരുണ്ട കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കേണ്ടി വരാം. ചിലപ്പോൾ വളരെ അപകടകരമായ മേഖലകളിലൂടെ തൊഴിൽ ചെയ്തു പോകേണ്ടതായി വരാം. അവിടെ വന്യമൃഗത്തിന് പകരം ചിലപ്പോൾ വരുന്നത് പല അപകടങ്ങളുമായിരിക്കും. ഗുരു പറഞ്ഞ കാര്യം, നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ തന്നെ ബോസ് എന്നുള്ള രീതിയിൽ, നിങ്ങൾക്കാകണം ബോസ് എന്നുള്ള രീതിയിൽ കുട്ടികളായെങ്കിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിച്ച്, ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ബലിയാടായി, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എന്തൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും നോക്കാതെ നിങ്ങൾക്ക് സുഖകരമായൊരു വഴിയിൽ കൂടി, ആരോടും യുദ്ധം ചെയ്യാതെ, ആരോടും ഒരു ജീവിതമെന്ന ഒരു വൻ കാട്ടിൽ കൂടി നടക്കാതെ, ആ കാടിന് അത് കാടല്ല, ഒരു നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും തരുന്ന ഒരു സ്വർഗം പോലെയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ ആ ജീവിതത്തെ ചിന്തിക്കണം. അതിനായിട്ട് നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്തണം, എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഭാരതത്തിലെ കുഞ്ഞുങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഇന്ന് പല ശാസ്ത്ര മേഖലകളിലും വിദേശത്തെ ശാസ്ത്രശാഖകളിലും ഒക്കെയും ജോലി ചെയ്യുന്നത് അവരാണ്. അവരുടെ ബുദ്ധി വളരെ വലുതാണ്. ആ ബുദ്ധിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അനേകം രാസലഹരികൾ ഇന്ന് ഇവിടെ വിപണിയിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, കേരളം കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒന്നിന്ന്. ഗുരു വായിക്കുമ്പോൾ, പത്രം നോക്കുമ്പോൾ, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കുമ്പോൾ അത് ഇഷ്ടം പോലെ കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതിൽ നിന്നൊക്കെയും മക്കളെ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾക്ക് ഒരിക്കലും അതാകരുത് ലഹരി. നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ബുദ്ധി നശിച്ചാൽ, നിങ്ങൾ വഴിവ് തെറ്റിപ്പോയാൽ ആർക്കാ അതിന്റെ നഷ്ടം? നിങ്ങൾക്ക് മാത്രമല്ല മക്കളെ, ഈ സമൂഹത്തിന് നഷ്ടമുണ്ട്, നമ്മുടെ രാജ്യത്തിന് നഷ്ടമുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് നഷ്ടമുണ്ട്. കാരണം നിങ്ങളൊക്കെ വേണം നമ്മുടെ രാജ്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ, വരുന്ന ജനതയെ എല്ലാം ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ട തലച്ചോറിനെയാണ് നിങ്ങൾ രാസലഹരികൾ കുത്തി നിറച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പല വിദേശ ശക്തികളുടെയും പിന്തുണയോടെ വരുന്നതാകാം, നമുക്കതറിയില്ല. അനവധി കുഞ്ഞുങ്ങൾ, ആണും പെണ്ണും എന്നൊന്നില്ല, നല്ല രീതിയിൽ പഠിച്ചും മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഈ ഒരു സംഭവം കഴിച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ഒരിക്കലും അതിലോട്ടൊന്നും ഏതൊരു വഴി നിങ്ങൾക്ക് അത് കിട്ടുമോ, ആര് കൊണ്ടുതരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അപ്പോൾ അത് വിവരം അറിയിക്കേണ്ടവരെ അറിയിക്കുക. നിങ്ങളത് വേണ്ടെന്ന് വെക്കുക. കാരണം അല്പകാലത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ലഹരിയെ ആസ്വദിക്കുന്നതാണോ, അതോ അനേകം വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ വരാനിരിക്കുന്നു അതെല്ലാം കണ്ടും അറിഞ്ഞും നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതാണോ വേണ്ടത്? ഇതൊക്കെ ചിന്തിക്കണം മക്കളെ. ചിന്തിച്ചുകൊണ്ട് പൊന്നുമക്കൾ നന്നായി വളരുക. ജീവിതത്തെ ഒരു മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടണം. കാരണം നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഈ ലോകത്തെ ജനതകളിൽ നോക്കിയാൽ ഭാരതീയർ ബുദ്ധിയുള്ളവരാണ്. പക്ഷെ അതാരും സമ്മതിച്ചു തരത്തില്ല. ആ ബുദ്ധിയെ നിങ്ങൾ ഉണർത്തണം. നാളെ ഈ ലോകത്തെ കീഴടക്കി ഭരിക്കേണ്ടവരാണ് നിങ്ങൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാകാം പല വിദേശ ശക്തികളും ഇന്ന് ഈ ലഹരിയെ ഇവിടെ ഒഴുക്കുന്നത്. പൊന്നുമക്കൾ അതിൽ നിന്നെല്ലാം മാറി സഞ്ചരിച്ച് പഠനമൊരു ലഹരിയാക്കിയെടുത്ത്, ജീവിത വിജയമൊരു ലഹരിയാക്കിയെടുത്ത് മുന്നോട്ട് പോയി നന്നായിട്ട് നമ്മെ അടിമപ്പെടുത്താൻ നോക്കുന്നവരുടെ മുന്നിൽ നന്നായിട്ട് ജീവിച്ച് കാണിച്ച് ആ വിജയത്തെ കാണിച്ചു കൊടുക്കുക. എല്ലാ മക്കളെയും, ഈ കഥ കേട്ട എല്ലാവരെയും ചിന്തിക്കുക. ഈ കഥയിൽ ഒരുപാട് സാരാംശമുണ്ട്. നിങ്ങൾ അതൊക്കെ ചിന്തിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസവും സർപ്പദായി, ഓം ഭസ്മഭൂഷണവും ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ.